സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. ജീവിതഗന്ധിയായ നിരവധി സന്ദേശങ്ങൾ നൽകുന്ന ഒരു സിനിമ മലയാളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും ഒക്കെ എന്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഹായ്, വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. അപ്പോൾ കുരുവിപ്പാപ്പ എന്ന സിനിമ മലയാള സിനിമാ ലോകത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് സന്ദേശങ്ങളാണ് നൽകാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കുരുവിപ്പാപ്പയിലെ ജീവിതവും അപ്പോൾ സിനിമയിലും ഒക്കെ അഭിനയിച്ച കുരുവി, എന്താണ് പറയാനുള്ളത് സിനിമയെക്കുറിച്ച്? സിനിമയെക്കുറിച്ച് എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ അഭിനയിച്ച കളിയാക്കൽ നേരിട്ട ഓരോ കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ കളിയാക്കൽ കൊണ്ടില്ലാണ്ടായി പോകുന്നതല്ല നമ്മുടെ ജീവിതം, അതാണ് നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ 10th. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് കാര്യങ്ങളാണ്. അതെ, അമ്മയായി അഭിനയിച്ച ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. എനിക്ക് ഈ സിനിമ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. എൻ്റെ ഒരു 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാനൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ വിനീതേട്ടൻ്റെ കൂടെ ആ ഒരു ഫുൾ സ്ക്രീൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ ഈ പറയുന്ന പോലെ പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. മോളുടെ അമ്മയായിട്ടാണ്. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരമ്മയാണ്. മോളുടെ കോൺഫിഡൻസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിറത്തിലൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും കുഞ്ഞിനെ മോൾഡ് ചെയ്തെടുത്ത് കോൺഫിഡൻസോടുകൂടി വളർത്തിക്കൊണ്ട് വരുന്ന ഒരു അമ്മയുടെ ഒരു കഥാപാത്രമാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു അമ്മയായതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ ബെറ്ററാക്കി ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ സീൻ ചെയ്യുമ്പോഴും എനിക്കിപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോഴും ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് അത് ഇപ്പം മോൾ ഓരോന്ന് ചെയ്തപ്പോഴാണെങ്കിലും ആ കുഞ്ഞ് എന്താണ് ആ സിറ്റുവേഷനിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് ഈസി ആയിരുന്നു. എനിക്ക് സ്ലാങ്ങിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എനിക്ക് എളുപ്പമായിരുന്നു. അതെ അതെ. ഇവിടെ എന്താണ് പറയാനുള്ളത്? ഞാൻ കുരുവിയുടെ ഫാദറിൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി, ബഷീറിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഈ കഥയെ പറ്റിയിട്ട് ബഷീർ കുറേ ആയിട്ട് എൻ്റെ അടുത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കഥയുണ്ട്, എനിക്ക് എൻ്റെ മോളിനെ വെച്ചിട്ട് നമുക്ക് റിയൽ സ്റ്റോറി ചെയ്യണം എന്നത്. നമ്മൾ കഥ കുറേ പ്രാവശ്യം നമ്മൾ കേട്ടു. പിന്നെ നമ്മുടെ ഡയറക്ടർ വന്ന് അതിനെക്കുറിച്ച് സ്ക്രീൻ പ്ലേ എല്ലാം ചെയ്ത്, പിന്നെ കുരുവിയുടെ അമ്മയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റെല്ലാം നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടപ്പോൾ നമുക്കിത് വർക്കൗട്ട് ആവുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ മുക്ത, വിനീത്, ലാൽ ജോസ് സാറൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പിന്നെ മോള് എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ആണ് അവള്. അപ്പോൾ അവൾ കുഞ്ഞിലേ തൊട്ട് തന്നെ ഈ ഡാൻസും കാര്യങ്ങളുമായിട്ട് ബഷീർ കൊണ്ട് നടക്കുന്നതൊക്കെ നമുക്കറിയും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ്. പക്ഷേ അത് അവൾ ഷൂട്ട് സമയത്ത് അത് അവിടെ കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. ബിപിൻ മോഹൻ സാറൊക്കെ ക്യാമറ ചെയ്യുമ്പോൾ അദ്ദേഹമൊക്കെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് അവളെ വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുക്തയൊക്കെ ഇന്നലത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നാണ്. അത് ശരിക്കും. കാരണം ഇപ്പോൾ ഒരു ന്യൂ കമറിനെ സംബന്ധിച്ചിടത്തോളം കുറേ ടെൻഷൻസും ക്യാമറയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഒരു പേടി എനിക്കൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. മോളുടെയൊക്കെ ഒരു പ്രായത്തിലാണല്ലോ, കുറച്ചും കൂടെ ചെറുപ്പത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ആളുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ആണ്. അപ്പം അതുകൊണ്ട് അഭിനയിക്കേണ്ടതൊന്നും വന്നിട്ടില്ല. റിയൽ ആയിട്ട് ജീവിക്കുമായിരുന്നു. ഞങ്ങൾ മാത്രമാണ്, അച്ഛനമ്മയും മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം അവൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഇപ്പൊ എങ്ങനെയാണ് ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിയലിലേക്ക്, സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഇമോഷണൽ രംഗം ലൈഫിലേക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ വീണ്ടും അത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അഭിനയിക്കാൻ. ഞാൻ അനുഭവിച്ച കാര്യം തന്നെ. അതെ, ഞാൻ വീണ്ടും ചെയ്ത് എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. കാരണം ഇവര് ഓരോ കാര്യം പറഞ്ഞു തരുമ്പോ എനിക്ക് പണ്ടത്തെ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ വന്ന് ആ ഫീല് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു കഥ പിറന്നത്? കഥ എനിക്ക് ചെറുപ്പം മുതലേ മൂവിയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹം. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലാണ്ടായി മാറി. ഈ കളിയാക്കലുകൾ നേരിട്ട് എനിക്ക് എന്തോ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാണ്ടായി മാറി. അപ്പോൾ ഉമ്മച്ചിയും പറഞ്ഞ്, നിനക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പം നിന്റെ കഥ തന്നെ നീ തന്നെ ഒരു മൂവിയായിട്ട് ചെയ്യും, അപ്പം നിനക്ക് കോൺഫിഡൻസും കിട്ടും എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് മൂവിയിലോട്ട്.
ചേച്ചി ഏത് ആസ്പെക്ട് ആണ് ഈ ഒരു കഥയിലേക്ക്, ഈ ഒരു മൂവിയിലേക്ക് എത്തിച്ചത്? എനിക്ക് നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പം നമുക്ക് പെർഫോം ചെയ്യാനുണ്ടാവണം. ഒരു സീൻ 2 സീൻ ഇപ്പം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ഇമ്മാനുവലിലൊക്കെ ചെയ്തിട്ടുണ്ട്, ആകെ 3 സീനേ ഉള്ളൂ, പക്ഷെ അത് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത്. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ആ ഒരു ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണേ ദൈവമേ എന്ന് മാത്രമേ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇത് വന്നപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഈ കുഞ്ഞിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഈ പറയുന്ന പോലെ വിനീതേട്ടൻ, വിപിനങ്കിളിൻ്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വിപിനങ്കിൾ ചെയ്യുന്നതാണ്. വിപിനങ്കിളാണ് എന്നെ ഇതിനകത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. അദ്ദേഹമൊക്കെ നമ്മളെ പേരൊരു മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്ത് പറയുക, എത്രയോ വലിയ വലിയ ആക്ടേഴ്സിനെ പകർത്തിയിട്ടുള്ള ഒരു ഛായാഗ്രഹണമാണ്. അപ്പം അത് വലിയ കാര്യമല്ലേ. എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ അനുഭവമൊക്കെ? ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അയ്യോ എന്നെ ഭയങ്കര കംഫർട്ട് ആക്കി വെച്ചിട്ടായതുകൊണ്ട് എന്റെ ഉമ്മച്ചി എങ്ങനെയായിരുന്നു അതേപോലെ, അതുകൊണ്ട് എനിക്ക് അത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ എന്റെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഉമ്മയെപ്പോലെ തന്നെ അത്രയും സപ്പോർട്ടും എൻകറേജ്മെന്റും ഒക്കെ നമുക്ക് തന്നു. എന്താണ് ചേട്ടാ ഇനി ഇപ്പം സിനിമയെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ 1-ാം തീയതിയാണ് റിലീസിന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തിയേറ്റർ സമരത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ബാക്ക് ടു ബാക്ക് സിനിമകളെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പടവും അതുപോലെ പോകും എന്നുള്ളത് 100%. അതായത് ഇപ്പോൾ ഒരു ഫ്ലോ ഉണ്ട്, നല്ല പടങ്ങൾ മാത്രമാണ് വരുന്നുള്ളൊരു ഫ്ലോ ഉണ്ട്. അതുകൊണ്ട് നല്ല ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നല്ല സമയമാണ്, കുരുവിയുടെ നല്ല സമയമാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസർമാരുടെ നല്ല സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ അടിപൊളിയാകും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തി കൂടിയുണ്ട്, കൊല്ലം സുധിച്ചേട്ടൻ. എല്ലാവരും തീർച്ചയായും മിസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ട്രെയിലറിൽ കണ്ടപ്പോഴും എങ്ങനെയാണ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ നമ്മൾ വിഷ്വലി കാണുകയാണ്. എന്താണ് ഈ ഒരു മൊമെന്റിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? ചേട്ടൻ്റെ ആ ഒരു പ്രസൻസ് എപ്പോഴും നമ്മളെല്ലാ കേരളം മൊത്തം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചേട്ടൻ്റെ ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ കൂടെ ഉണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ട്. ത്രൂ ഔട്ട് ഈ മൂവിയിൽ. കാരണം സുധിച്ചേട്ടൻ തന്നെ എന്നോട് ലൊക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതാ, മുക്ത സിനിമ എന്ന് പറയണതൊക്കെ ഇതൊക്കെ ഒരു ലക്കാണ്, അത് നമുക്കൊക്കെ ഇങ്ങനെ വന്നു പോലെ ഇതെനിക്ക് ത്രൂ ഔട്ട് ഉണ്ടെന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം. അപ്പം അദ്ദേഹം അത്രയും ആഗ്രഹിച്ച് ചെയ്ത ഒരു കഥാപാത്രമാണിത്. പക്ഷേ എന്തായാലും ഈ പറയുന്ന പോലെ എല്ലാം അതെ അതെ അയ്യോ തീർച്ചയായിട്ടും. എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു? പിന്നെ എല്ലാരും അറിഞ്ഞു, എല്ലാരും ഭയങ്കര സപ്പോർട്ട്. സ്കൂളിൽ നിന്നായാലും 10ആണല്ലോ, മിക്ക സ്കൂളിൽ നിന്നൊന്നും ഇങ്ങനെ ലീവൊന്നും തരില്ലല്ലോ. പക്ഷെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ സ്കൂളിലെ ഷാലിനി മിസ്, ഞാൻ എന്തായാലും പറയും മിസ്സിൻ്റെ പേര്, കാരണം അത്ര എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, എന്നെ തള്ളി പറഞ്ഞ ആൾക്കാർ വരെ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരിക. അപ്പം അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം. അവര് ഇപ്പൊ ആദ്യം എന്നെ ഇങ്ങനെ കളിയാക്കാനും ഇതിനൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇപ്പോ ആ കുരുവി സിനിമ ഇതാക്കുന്നുണ്ട്, ഫുള്ള് സപ്പോർട്ട് ഉണ്ട് നിനക്ക്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് സംസാരിക്കലും അതൊക്കെ. ചേച്ചി ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് നമുക്ക് മെസ്സേജ് കൊടുക്കാനുള്ളത്? നമ്മളെപ്പോഴും നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ബോഡി ഷേമിങ് ആണെങ്കിലും കളറിസത്തിൻ്റെ പേരിലാണെങ്കിലും എല്ലാവരും ചെറുപ്പം മുതലേ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ പല പ്രാവശ്യം നമ്മൾ ഒന്നും ഓർത്തിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് എത്രമാത്രം ആളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെന്ന് ചിന്തിക്കുന്നില്ല, നമ്മൾ ഓർക്കുന്ന പോലും ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ അത് നമ്മുടെ കോൺഫിഡൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പം അധികം ആരെയും വേദനിപ്പിക്കാതെ നല്ലത് പറഞ്ഞില്ലെങ്കിലും മോശം പറയാതിരിക്കുക, അതാണ് നമ്മൾ ഈ മൂവിയിലൂടെ കൺവേ ചെയ്യാൻ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇത് മാത്രമല്ല ഇവരുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു സ്ട്രഗ്ലിങ്, ഇവർക്കുണ്ടായിരുന്ന കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ നിന്ന് അവരെങ്ങനെ കയറി വന്നു. ഇതിനകത്ത് കോമഡി പറയുന്നുണ്ട്, സുധിച്ചേട്ടനുണ്ടല്ലോ, എന്തായാലും നല്ല പാട്ടുകളുണ്ട്. അപ്പം എല്ലാം കൂടെ ഒത്തുവരുന്ന, ഇത് നമ്മൾ ബോഡി ഷേമിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു അതാണ് നമ്മൾ ഈ സിനിമയിലൊന്ന് ട്രാവൽ ചെയ്ത് കാണിക്കുന്നത്. ഈ അച്ഛനും അമ്മയാണ് ഈ കുഞ്ഞിനെ അത്രയും സപ്പോർട്ട് കൊടുത്ത്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ, എത്ര അച്ഛനമ്മമാരുണ്ടല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ
ഇത്രയും ഡൗൺ ആയിരുന്ന ഒരു കുഞ്ഞിനെ അത്രയും കോൺഫിഡൻസോട് കൂടി ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്ന ഒന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര പാരൻസ് അത് അങ്ങനെ ചിന്തിച്ച് അത് ഇപ്പം ഒന്നെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് ഒരു എതിര് പറയും ഇല്ലേ, ഒന്നെങ്കിൽ അതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമില്ല, ഒന്നും അത്ര മൈൻഡ് ചെയ്യണ്ട അങ്ങനെ വിചാരിക്കുള്ളൂ. ഇത് അച്ഛനും അമ്മയും ഇങ്ങനെ എന്താ പറയാ 2 കൈയും പൊതിഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു മോളാണ്. കാരണം ആ കുഞ്ഞ് ഡൗൺ ആവരുത്, അവളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കരുത്. ഇതുകൊണ്ട് അവൾക്ക് അത്രയും ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് കൂടെയാണ് സിനിമയിലൂടെ വരുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ചേട്ടനാണെങ്കിലും പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് പേഴ്സണലി നമ്മൾ ഒരുപാട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇത്തരം ഇമോഷണൽ ആയിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് നമ്മൾ കണ്ടത് തന്നെയാണ് നമ്മൾ വിഷ്വലി കാണാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ആ ഒരു മൊമെന്റിനെ കുറിച്ച് നമ്മളിപ്പം ഈ സിനിമ ചെയ്യാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കുരുവി 1-2 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് ഉഗ്രോജ്വലം എന്ന് പറയുന്ന പ്രോഗ്രാം. അതിൽ നിന്നൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു കുരുവിക്ക്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് അവൾ ആ പ്രോഗ്രാമിൽ തന്നെ ബെസ്റ്റായിട്ട് വരികയും അതൊക്കെ കൂടെ വന്നപ്പോൾ ഇവൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുകയും ഇനി മുന്നോട്ട് അങ്ങോട്ട് സിനിമ ഫീൽഡിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാർച്ച് 1 സിനിമ ഇറങ്ങുകയാണ്. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു വീണ്ടും ഒരു രണ്ടാമത് ഒരു തുടക്കം തന്നെയാണ്. കുരുവിനെ സംബന്ധിച്ച് ഞങ്ങളെ 2 പേരെയും വേണമെങ്കിൽ പറയാം, ഒരു എൻട്രിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെയുള്ള ഇത് നല്ലൊരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു കഥ പറയുന്ന ഒരു ചെറിയ നല്ല സിനിമ. അപ്പോൾ ഇതുപോലെയുള്ള സിനിമകളെയും പ്രോത്സാഹിപ്പിക്കണം അല്ലേ, എന്നാൽ മാത്രമാണ് ഒരുപാട് ആർട്ടിസ്റ്റ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാണെങ്കിലും കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക, മോക്ക് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്, അപ്പോൾ അവളെയും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണാൻ പറയുക, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണുക. തിയേറ്ററിൽ ഒരു വലിയ സക്സസ് തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.